ഗ്രാമം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ കേരളത്തോട് തുടർച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യം കേരളം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചും ജില്ലയെക്കുറിച്ചുമാണ്. കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും UDFകാർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. അതായത് പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾ പ്രകാരം തലസ്ഥാന കോർപ്പറേഷനിൽ CPMന്റെയും കോൺഗ്രസിന്റെയും സഹായത്തോടെ സ്വതന്ത്ര കോർപ്പറേഷൻ ഭരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. അത് നടക്കാനായിട്ട് CPM വിടില്ല. CPMന്റെ മൗന അനുവാദത്തോടു കൂടി അടുത്ത ആഴ്ച മുതൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അണിയറയിൽ നടന്നു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി എന്ന ഒരു മഹാപ്രസ്ഥാനം രൂപീകരിച്ചത് തന്നെ BJPക്കെതിരെ മതേതരത്വത്തിന് വേണ്ടി ഒരു കൂട്ടായ്മയായിട്ടാണ്. എന്നാൽ അതിനെ CPM രാജ്യത്ത് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിലും ആ സംവിധാനത്തെ ആദ്യം തകർക്കാൻ നോക്കിയതിൽ മുൻപിൽ നിന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെലങ്കാനയിലെ കമ്മത്തിൽ വെച്ച് ഒത്തുചേർന്നവർ ചന്ദ്രശേഖര റാവുവും അരവിന്ദ് കെജ്രിവാളും പിണറായി വിജയനും കുമാരസ്വാമിയും ഈ 4 മുഖ്യമന്ത്രിമാരായിരുന്നു. ഒരാൾ BJPക്കൊപ്പം തന്നെ പോയി, മറ്റൊരാളാകട്ടെ ജയിലിൽ കിടന്ന് 2 പേർ BJPയുടെ കടാക്ഷത്തിൽ ദിവസം നീക്കി വരികയാണ്. പറഞ്ഞു വരുന്നത്, അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് പിണറായിക്ക് തുടങ്ങിയ BJP ഭയം പിന്നീട് ആരാധനയായി, ഒടുവിൽ അത് രഹസ്യ സഖ്യമായി മാറുകയാണ്. അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബിക്ക് തന്നെ ഇഷ്ടമല്ലാത്ത ഈ കൂട്ടുകെട്ട് കേരളത്തിൽ പിണറായിയും MV ഗോവിന്ദനും ചേർന്ന് നടത്തിക്കൊണ്ടുവരികയാണ്. അതിന്റെ ഫലമാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നാണം കെട്ടത് പാവം മന്ത്രി ശിവൻകുട്ടിയാണ്. മതനിരപേക്ഷ പാർട്ടികൾ നാട് ഭരിക്കണമെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് ആദ്യം നീക്കം നടന്നത് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ്. എന്നാൽ ഗോവിന്ദൻ വന്ന് കണ്ണുരുട്ടിയതോടെ അത് ഇല്ലാതെയായി. പിണറായിയും ഗോവിന്ദനും ചേർന്ന് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നീക്കം നടത്തുന്നത് നഗരത്തിലെ തന്നെ പ്രധാന ജനകീയ മന്ത്രിയായ ശിവൻകുട്ടിക്ക് നാണക്കേടുണ്ടാക്കി. എങ്കിലും ശിവൻകുട്ടിയെയും പിണറായി കമ്മ്യൂണിസത്തെയും നന്നായി മനസ്സിലാക്കിയ ജനങ്ങൾ തങ്ങൾ വിഷമിക്കേണ്ട എന്ന സൂചനയാണ് നൽകിയത്. ഈ മതേതര സഖ്യം വിജയിക്കുകയാണെങ്കിൽ നേമത്ത് വീണ്ടും മത്സരിക്കുന്ന ശിവൻകുട്ടിക്ക് നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ പിണറായി ഗോവിന്ദൻ കൂട്ടുകെട്ടിന്റെ രഹസ്യ അറിയിപ്പ് എന്ന് പറയുന്നത് BJP ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും BJPയുടെ സഹായത്തോടെ MLA ആകും എന്നുള്ളതാണ്. അങ്ങനെയായ ഒരു മാത്രം പ്രമുഖ CPM കൗൺസിലറുടെ വാർഡിൽ നടന്ന കള്ളവോട്ടിൽ നിയമയുദ്ധത്തിന് BJP പോകില്ല എന്ന് ഉറപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും അടുത്ത ബന്ധമുള്ള MV ഗോവിന്ദനെ ഈ കൗൺസിലറുടെ ആളുകൾ നന്നായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. CPM പ്രതിപക്ഷത്തിരിക്കുകയും BJP നഗരം ഭരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് CJP മുന്നണി കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം എന്നാണ് അറിയുന്നത്. അതുവഴി നിയമസഭയിൽ CPMനെ സഹായിക്കാനുള്ള പദ്ധതി അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ അപകടം തിരിച്ചറിയാതെ പോയാൽ UDFന് മാത്രമല്ല മതേതര കേരളം ദുഃഖിക്കേണ്ടി വരും. അതിന്റെ ഒരു അടവ് എന്നുള്ള നിലയിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യം സഖ്യമില്ലാതെ മാറി നിന്ന് അതിന്റെ യാതൊരു സൂചനയും നൽകാതെ CPM പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്.